യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതെ, എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം പൂജയുടെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാന്ന്. ഒന്ന് പോ, അതല്ല ഞാൻ പറഞ്ഞ. എന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് അജുവേട്ടൻ വിശ്വസിച്ചിരുന്നോ? ഉറപ്പായിട്ടും. നോണ. അതെന്താ? എനിക്ക് പകരം വന്ന ആളുമായി ജീവിതം തുടങ്ങിയതല്ലേ? താൻ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ആ, അങ്ങനെയൊന്നും അല്ല. എങ്കിലും ഒരു പെണ്ണിന്റെ സഹജമായ ജിജ്ഞാസയാണെന്ന് കൂട്ടിയാ മതി. അവള് ആ റാണി ഇവിടെ ശരിക്കും പൂജയായിട്ട് തന്നെയാണോ കഴിഞ്ഞിരുന്നത്? ആ, തന്റെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലായി. എടോ, വീട്ടുകാരുടെ എൻ്റെ മുമ്പില് അവള് ശരിക്കും പൂജയായിട്ട് തന്നെയാ അഭിനയിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ റൂമിൽ വരുമ്പോ ഒരു പരിധി വിട്ട് അടുക്കാതിരിക്കാൻ അവള് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ കാരണം അജുവേട്ടൻ അന്വേഷിച്ചില്ലേ? ആദ്യം കുറെ കാലം ഞാനും കിടപ്പിലായിരുന്നല്ലോ. പിന്നെ പിന്നെ അവൾ എനിക്കൊരു ശീലം സമ്മാനിച്ചു. എല്ലാ ദിവസവും മദ്യം. മദ്യോ? അതിൽ ഞാൻ അറിയാതെ ദിവസവും അവൾ എന്തോ ചെറുക്കുമായിരുന്നു. പിന്നെ പകലാകുന്നവരെ എനിക്കൊരു ഓർമ്മയും കാണില്ലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് അവൾ അവളുടെ സുരക്ഷിതത്വം കണക്കാക്കി എന്നെ ഉറക്കി കിടത്തുമായിരുന്നു. അവൾക്ക് മറ്റു വല്ല ബന്ധം ഉണ്ടായിരുന്നോ? ആ ശ്രീകുമാർ അവളെ വിവാഹം കഴിക്കാനിരിക്കണമെന്നാ കേൾക്കുന്നത്. ഏത്? ആ ഓട്ടോ ഡ്രൈവറോ? അതെ. അല്ല, പക്ഷെ അയാളെ തനിക്കെങ്ങനെ അറിയാം? കുറച്ചു കാലം ഞാൻ പൂജയ്ക്ക് പകരം റാണിയായിരുന്നല്ലോ. അങ്ങനെ ഈ അവള് താനല്ലെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോ പിന്നെ ഞാൻ അവളെ മാറി നിന്ന് നോക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് എല്ലാം അവസാനിപ്പിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനായിരുന്നു അവളുടേത്. എന്നെ അവസാനിപ്പിച്ച് എന്റെ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കി പോകാനുള്ള പുറപ്പാട്. അതിനുള്ള അവസരം ഞാൻ അവൾക്ക് കൊടുക്കില്ലെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അന്ന് ആ അമ്പലത്തിൽ വെച്ച് വിശ്വനാഥൻ സാറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു? തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമായിരുന്നു. എന്നിട്ട് പറയും വഞ്ചിയൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് അർജുൻ ആനന്ദിന്റെ ഭാര്യയാണെന്ന്. പക്ഷേ അവൾ എന്നെ കാണാൻ വരികയും എന്നെ അടിക്കുകയും അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതടക്കം എല്ലാം പറഞ്ഞതുകൊണ്ടും മാത്രമാ കുറച്ചുനാള് എനിക്ക് പിടിതരാതെ മാറി നിന്ന് ഈ ഓർമ്മകൾ എനിക്ക് വീണ്ടെടുക്കാനായത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു? അപ്പോഴും ഏതെങ്കിലും വഴിയിൽ ദൈവം നമ്മളെ ഒരുമിപ്പിക്കുമായിരുന്നു. എന്താ അതിനിത്ര ഉറപ്പ്? അത് ഈശ്വരനാണ് നമ്മളെ തെരഞ്ഞെടുത്തെന്നുള്ള ഉറപ്പ്. വേണ്ട. സൂക്ഷിച്ച് വിട്. ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. ചോദിക്കാനും പറയാനും മറ്റൊരാളുകൂടി ഈ ശരീരത്തിനകത്തുണ്ട്. അത് ഓർമ്മിച്ചോണം. ശരിക്കും? എന്റെ അജുവേട്ടാ, ഈ വക കാര്യങ്ങൾ ആരെങ്കിലും നോണ പറയൂ എന്റെ പൊട്ടച്ചാരെ. സത്യം? കുഞ്ഞുണ്ട്. തന്നെ ഇങ്ങനെ തന്നെ എടുത്തോണ്ട് പോയി വീട്ടുകാരുടെ മുഴുവൻ ഈ വിവരം പറഞ്ഞാലൊന്ന് ആലോചിക്കാം. ഓ, ഒന്ന് ചുമ്മാതിരി. ഇത് നമ്മുടെ മാത്രം സന്തോഷമായിട്ടിരിക്കട്ടെ. നാളെ പറയാം എല്ലാരോടും. ഇറക്ക് ഇറക്ക് അജുവേട്ടാ.